ഹോർമുസിൽ അമേരിക്ക നാവിക ഉപരോധം തുടങ്ങി. ഇറാൻ തുറമുഖങ്ങളിൽ ചുങ്കം നൽകി കടന്നുവരുന്ന കപ്പലുകളാണ് US നാവികസേന തടയുന്നത്. ഉപരോധത്തിൽ മറ്റു രാജ്യങ്ങൾ സഹകരിക്കുമെന്നും ഏതൊക്കെ രാജ്യങ്ങളെ എന്ന് നാളെ അറിയാമെന്നും ട്രംപ് പറഞ്ഞു. Yeah, other countries are going to also. Which countries, sir? We don't need other countries, frankly, but they've offered the services. We'll let it be known probably tomorrow. What was the sticking point over? You said it was over nuclear. It was over nuclear, very similar. Yeah, very good. I guess you're listening. It's over the fact that they will never have a nuclear weapon. Iran, you marking it down? Iran will not have a nuclear weapon. And we agreed to a lot of things, but they didn't agree to that. And I think they will agree to it. I'm almost sure of it. In fact, I am sure of it. If they don't agree, there's no deal. There'll never be a deal. We can't let a country blackmail or extort the world, because that's what they're doing. They're really blackmailing the world. We're not going to let that happen. We've been called this morning by the right people, the appropriate people, and they want to work a deal. They'd like to make a deal very badly. ഉപരോധം തുടർന്നാൽ മധ്യേഷ്യയിലെ മറ്റു തുറമുഖങ്ങളും സുരക്ഷിതമായിരിക്കില്ലെന്നാണ് ഇറാൻ അതേസമയം മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാന് മേൽ ഗൾഫ് രാജ്യങ്ങൾ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. ഇതിനിടെ US-ന്റെ ഇറാൻ പ്രതിനിധി സംഘങ്ങൾ തമ്മിൽ നേർക്കുനേർ ചർച്ച വ്യാഴാഴ്ച നടക്കാൻ സാധ്യതയെന്ന് ദ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ, ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട് എന്നത് നിർണായകമാണ്. കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ട്രംപ് കാര്യങ്ങൾ കടുപ്പിക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും പൂർണ്ണ നിയന്ത്രണം എന്നാണല്ലേ? രഞ്ജിത്ത്, ഹോർമൂസിൽ അമേരിക്ക പ്രഖ്യാപിച്ച കപ്പൽ ഉപരോധം തുടങ്ങി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 7:30 മുതലാണ് ഈ ഉപരോധം ആരംഭിച്ചത്. ഇതുവരെ 3 കപ്പലുകളെ US നാവികസേന തടഞ്ഞെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 13 പടക്കപ്പലുകളാണ് ഒമാൻ തീരത്ത് US-ൻ്റെതായി ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇറാൻ തുറമുഖങ്ങളിലേക്ക് എത്തുന്നതും അതോടൊപ്പം തന്നെ ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് ചരക്കുമായി, ചുങ്കം നൽകി ചരക്കുമായി കടന്നു പോകുന്ന കപ്പലുകളെയാണ് ഇപ്പോൾ തടയുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും നിലവിൽ സാഹചര്യം അതീവ സങ്കീർണമായി തുടരുകയാണ്. കാരണം ഒരു വശത്ത് അമേരിക്കയും മറുവശത്ത് ഇറാനും അവരുടെ നിലപാടുകൾ കടുപ്പിക്കുന്നു. ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് അമേരിക്ക ഈ ഉപരോധത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അത് ഏറെക്കുറെ ഫലം കണ്ടു തുടങ്ങുന്നു എന്ന സൂചനകളാണ് ചില പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ഖത്തർ, UAE, ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നു. നേരത്തെ അമേരിക്ക ഇത്തരത്തിൽ കപ്പലുകൾ ഉപരോധിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലെ മറ്റ് തുറമുഖങ്ങൾ സുരക്ഷിതമായിരിക്കില്ല എന്നായിരുന്നു ഇറാൻ നൽകിയ മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആശങ്ക രൂക്ഷമായത്. ഈ പശ്ചാത്തലത്തിലാണ് വിദേശ രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നതും. അതായത് ഖത്തറിൻ്റെ പ്രതികരണമാണ് ഇതിൽ ഏറ്റവും നിർണായകം. ഹോർമൂസിനെ ഇത്തരത്തിൽ ഒരു വിലപേശൽ ഉപകരണം ആക്കരുത് എന്നാണ് ഖത്തർ വിദേശകാര്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കടലിടുക്ക് ഇറാന്റെ സ്വത്തല്ലെന്ന് UAEയും പറഞ്ഞിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഹോർമൂസിനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരും എന്നതിൻ്റെ സൂചനയാണ് ഈ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. നേരത്തെ ഖത്തർ വിദേശകാര്യമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. ഖത്തർ വിദേശകാര്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഹോർമൂസിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന ആവശ്യം ഇറാനോട് മുന്നോട്ട് വെച്ചു. എന്തായാലും സമ്മർദ്ദം ഇറാന് മേൽ ശക്തമാവുകയാണ്. 2 തരത്തിലുള്ള ഉദ്ദേശങ്ങളാണ് അമേരിക്ക ഈ കപ്പൽ ഉപരോധത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഒന്ന്, ഇറാന് മേൽ സമ്മർദ്ദം ശക്തമാക്കുക, അതുവഴി വീണ്ടും ഒരു നയതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുക്കുക. ഇപ്പോൾ ദ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഉടൻ തന്നെ ഒരു രണ്ടാം റൗണ്ട് മധ്യസ്ഥ ചർച്ചകൾക്ക് വഴിയൊരുങ്ങും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കാരണം ഏപ്രിൽ 21 വരെയാണ് ഈ വെടിനിർത്തൽ കരാർ ഉള്ളത്. ഇനി 9 ദിവസം മാത്രമാണ് ബാക്കി. ഈ 9 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു രണ്ടാം റൗണ്ട് ചർച്ചകൾക്കുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇറാൻ US പ്രതിനിധി സംഘങ്ങൾ തമ്മിൽ നേർക്കുനേർ വ്യാഴാഴ്ച ചർച്ച നടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ ദ അസോസിയേറ്റഡ് പ്രസ് ഇപ്പോൾ പുറത്തുവിടുന്നു. മധ്യസ്ഥ രാജ്യങ്ങൾ ഇതിനുള്ള ആശയവിനിമയം സജീവമായി തുടരുകയുമാണ്. 20 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തരുത് എന്ന ആവശ്യത്തിലാണ് ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ടത് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. 20 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നടത്തരുത് എന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിച്ചില്ല. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഒരു 5 വർഷത്തേക്ക് വരെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഒരു മൊറട്ടോറിയത്തിന് ഇറാൻ തയ്യാറായേക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇത് അമേരിക്ക അംഗീകരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങൾ നിർണായകമാണ്. എന്തായാലും മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ ഒരു ചർച്ചകൾക്ക് കൂടിയുള്ള ശ്രമങ്ങൾ, നയതന്ത്ര മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുൻകൈ എടുത്തിരിക്കുന്ന നമുക്കറിയാം. കാർത്തിക്, ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനായിരുന്നു.
പിന്നീട് പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായ മധ്യസ്ഥ ചർച്ചകൾ പരാജയപ്പെടുന്നു. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഇടപെടുക, കാരണം ഇപ്പോൾ ആഗോളതലത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹോർമുസിലൊക്കെ അമേരിക്ക ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ നേരത്തെ ഹോർമുസിൻ്റെ ഇറാൻ്റെ ആനുകൂല്യം പറ്റിയിരുന്ന ഇന്ത്യക്കും റഷ്യയ്ക്കും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾക്കും ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യം ഒരുങ്ങും. അപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ളൊരു മധ്യസ്ഥ ശ്രമത്തിന് തയ്യാറാകുന്നുണ്ടോ? അത് ഇറാനും അമേരിക്കയും സമ്മതിക്കണം, അത് ശരിയാണ്. ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ തുർക്കി കൂടി ഈ ഘട്ടത്തിൽ സജീവമായി ചർച്ചകൾക്കുള്ള സാധ്യതകൾ തേടുകയാണ്. തുർക്കിയുടെ മധ്യസ്ഥ ശ്രമങ്ങളാണ് ഇപ്പോൾ സജീവമായി മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷേ ജനീവയിലോ തുർക്കിയിലോ ഈ രണ്ടാം ഘട്ട ചർച്ച നടക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും സജീവമായി തുടരുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഹോർമുസിലെ പ്രതിസന്ധി തന്നെയാണ്. നിലവിൽ ദിവസേന 140 കപ്പലുകളാണ് ഈ യുദ്ധത്തിന് മുൻപ് ഈ ഹോർമുസിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ അത് ആഗോളതലത്തിൽ തന്നെ ഇപ്പോഴത്തെ ഉണ്ടായിരിക്കുന്ന ഊർജ്ജ പ്രതിസന്ധി അത് കൂടുതൽ രൂക്ഷമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് തന്നെയാണ് സജീവമായ ഇടപെടലുകൾ പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും 3 കപ്പലുകളെ ഇതിനോടകം തന്നെ US നാവികസേന തടഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇറാന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നത് ഉറ്റുനോക്കുന്നുണ്ട് ലോകം. മാത്രമല്ല, നേരത്തെ ഇറാൻ നൽകിയ മുന്നറിയിപ്പ് ഇത്തരത്തിൽ ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് കടന്നു വരുന്ന കപ്പലുകളെ തടഞ്ഞാൽ മധ്യ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ തുറമുഖങ്ങൾ അത് സുരക്ഷിതമായിരിക്കില്ല. ആ പ്രതികരണത്തിന് ശേഷവും ട്രംപ് ഭീഷണിയുടെ സ്വരത്തിൽ ഇന്നലെ വ്യക്തമാക്കിയത് ഏതെങ്കിലും തരത്തിൽ US നാവികസേനയ്ക്ക് നേരെ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ്. എന്തായാലും പന്ത് ഇപ്പോൾ ഇറാന്റെ കോർട്ടിലാണ് എന്നാണ് JD വാൻസ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇറാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും, അങ്ങനെ ഒരു വിട്ടുവീഴ്ച ശ്രമങ്ങളോട് ഇറാന്റെ പ്രതികരണം ഏത് തരത്തിലായിരിക്കും, വ്യാഴാഴ്ച ഇങ്ങനെയൊരു ചർച്ചകൾക്ക് വഴിയൊരുങ്ങുമോ, വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ഒരു വട്ടം കൂടി നയതന്ത്ര ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ സജീവമായി തുടരുന്നു. അപ്പോഴും ഹോർമുസിൽ പ്രതിസന്ധി ഇപ്പോഴും ആശങ്കാജനകമായ സാഹചര്യത്തിൽ തന്നെയാണ് ഉള്ളത്. തീർച്ചയായും കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനോടുള്ള തൻ്റെ നിലപാട് പോപ്പ് ലിയോ 14 എതിർത്തത് തെറ്റെന്നാണ് US പ്രസിഡന്റിൻ്റെ ഇപ്പോഴത്തെ പുതിയ വാദം. പോപ്പിനോട് ക്ഷമ ചോദിക്കില്ല, താൻ നല്ലൊരു പോപ്പാകാൻ ശ്രദ്ധിക്കുക, അല്ലാതെ രാഷ്ട്രീയക്കാരനാകാൻ നോക്കേണ്ടെന്ന് പോപ്പ് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോപ്പ് ലിയോ ക്രൈമാണ് പിന്തുണയ്ക്കുന്നതെന്നും താൻ പോപ്പിൻ്റെ ആരാധകനല്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു.